ഞങ്ങൾ രണ്ടുപേരും ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. വേറെ എങ്ങോട്ടുമല്ല, ഒരു പരീക്ഷ എഴുതാൻ പോവുക. ഒരു 11 മണിയായപ്പോൾ ആയപ്പോഴത്തന്നെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി ജംഗ്ഷനിൽ ചെന്നു. അവിടുന്ന് ബസ് ഇച്ചിരി ലോങ് ആണ്. ഞാൻ ഇതിനു മുന്നേ പോയി പഠിച്ചിട്ടുള്ള റൂട്ടായതുകൊണ്ട് എനിക്കറിയാം, വഴിയും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എന്നാലും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വിടാൻ എന്നെ ഒരു ആരാണ്ടൊക്കെ പറയൂലേ, കാള പോലെ വളർന്നിട്ട് ഇപ്പോഴും കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ കൊണ്ട് പുറകെ നടക്കുമെന്ന്. എല്ലാ അമ്മമാരും അതേപോലെയൊക്കെ ആയിരിക്കും. മക്കൾ എത്ര വളർന്നു കഴിഞ്ഞാലും അവർക്ക് എപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെയാണ്. എക്സാം എഴുതാൻ പോകുന്നതിനെക്കാട്ടി സർപ്രൈസ് എനിക്ക് വേറെ ഒന്നുമല്ല. ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സ്കൂളിൽ തന്നെയാണ് എനിക്ക് എക്സാം ഉള്ളത്. അവിടുത്തെ അധ്യാപകരെ വീണ്ടും കാണാൻ പറ്റും, ആ സ്കൂള് കാണാൻ പറ്റും. പിന്നെ ശനിയാഴ്ച SPC NCC അങ്ങനത്തുള്ള ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ കുട്ടികളെ കാണാൻ പറ്റും എന്നൊക്കെ ഒരു സന്തോഷമായിരുന്നു എനിക്ക് എക്സാം എഴുതുന്നതിനെക്കാട്ടി കൂടുതലുള്ളത്. ഇപ്പോഴത്തെ PSCയുടെ എക്സാമൊക്കെ അറിയാലോ, ബുക്ക്ലെറ്റ് പോലെയാണ് ചോദ്യപേപ്പറൊക്കെ. അപ്പോൾ നമുക്കത് വായിച്ച് എത്ര തീർക്കാൻ പറ്റുമെന്നോ എത്ര ആൻസർ ചെയ്യാൻ പറ്റുമെന്നോ കിട്ടുമെന്നോ നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഫസ്റ്റ് ഫേസ് കണ്ടപ്പോഴേ എനിക്ക് തൃപ്തിയായി. അതുകൊണ്ട് സെക്കൻഡ് ഫേസ് എഴുതാൻ പോകണമെന്ന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. എങ്കിലും സ്കൂള് ഞാൻ പോയി ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സ്കൂളായതുകൊണ്ട് തന്നെ, ഒരു അധ്യാപികയായി നിന്ന സ്കൂളായതുകൊണ്ട് തന്നെ എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ബസ്സൊക്കെ കയറി സ്കൂളിൻ്റെ ജംഗ്ഷനിൽ ഇറങ്ങി അവിടുന്ന് ഓട്ടോ ഓടിച്ച് സ്കൂളിൽ ചെന്നു. സ്കൂളിൽ ചെന്നപ്പോഴത്തേന് എന്നെ അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. കുറേ എക്സാം എഴുതാൻ വന്നവർ കുറേ പേര് അറിയാവുന്നവരുണ്ടായിരുന്നു. എല്ലാവരോടുമൊക്കെ സംസാരിച്ചു. പിന്നെ ഹാളിൽ കയറി ഫുഡ് ഞങ്ങൾ നേരത്തെ പോയതുകൊണ്ട് തന്നെ പിന്നെ അമ്മ അവിടെ ചെന്നിരുന്ന് പറയുന്നത് പോലെ വഴക്ക് പറയും. ഫുഡ് കഴിച്ചില്ല, എടുത്തില്ല, ബാക്കി എല്ലാവരും കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു പൊതിച്ചോറും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാച്ചും കാര്യങ്ങളെല്ലാം ഊരി വെച്ചു. പിന്നെ ഫുഡും കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് റെഡിയായിട്ടൊക്കെ ഇരുന്നപ്പോഴത്തേന് എല്ലാവരും ഇരുന്ന് തകർത്ത് പഠിക്കും, ഞാൻ മാത്രം ഫോണിൽ കളിക്കുന്നു. അത് കണ്ടിട്ട് ബാക്കിയുള്ള പിള്ളേരെ നോക്കി അമ്മ ദഹിപ്പിക്കുകയാണ്. അവരെ നോക്കി ദഹിപ്പിക്കുകയല്ല, അവരെ നോക്കിയിട്ട് എന്നെ നോക്കി ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ അവരൊക്കെ പഠിക്കുന്നുണ്ടോ, നീ ഇങ്ങനെ ഇരുന്നോന്ന്. പിന്നെ എക്സാമിൻ്റെ വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിരുന്നു. ഫസ്റ്റ് ഫേസിനെക്കാട്ടി അറ്റ്ലീസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മലയാളമൊക്കെ എന്തുമായിരുന്നു, മലയാളവും മാത്സൊക്കെ വായിച്ച് തീർക്കുക ഒട്ടും സമയം കിട്ടിയില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പരാതി. പിന്നെ ബാക്കിയും പാടൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഫസ്റ്റ് ഫേസിനെ അപേക്ഷിച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഞാൻ എല്ലാം എഴുതിയെന്നല്ല കേട്ടോ എൻ്റെ അർത്ഥം. പിന്നെ ഞങ്ങളിപ്പോൾ ഒന്ന് ബുദ്ധു വന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ വരും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.